നമസ്കാരം. ഡീപ് ഫോക്കസ് തുടങ്ങുന്നു. തസ്തികകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന PSCയുടെ നിർദ്ദേശത്തിൽ നിലപാടാരാഞ്ഞ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ അയച്ച കത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുക്കി. PSC ഒഴിവാക്കി നിയമനം നടത്താനുള്ള നീക്കം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു PSCയുടെ ഇടപെടൽ. VCയുടെ കത്ത് മുക്കിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിനെ തുടർന്നാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. സർവകലാശാല അയച്ച കത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. 111 അനധ്യാപക തസ്തികകളിലേക്ക് നിയമനം നടത്താൻ സാങ്കേതിക സർവകലാശാല നേരത്തെ അപേക്ഷ ക്ഷണിച്ചിരുന്നു. അനധ്യാപക നിയമനം PSCക്ക് വിടണമെന്ന വ്യവസ്ഥ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർവകലാശാലയുടെ നീക്കം. ഇത് വിവാദമായതോടെ ഉത്തരവ് റദ്ദാക്കി തസ്തികകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് PSC ആവശ്യപ്പെട്ടു. ഉത്തരവിറക്കിയവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാനും PSC നിർദ്ദേശിച്ചു. എന്നാൽ ഈ നിർദ്ദേശം നടപ്പാക്കാൻ ഇതുവരെ സർവകലാശാല തയ്യാറായിട്ടില്ല. സർക്കാർ ഉപദേശം തേടി സർവകലാശാല അയച്ച കത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുക്കുകയും ചെയ്തു. ഈ കത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ഇഷ്ടക്കാരെ നിയമിക്കാനാണ് ഈ നീക്കമെന്നാണ് ആരോപണം. മിനിസ്റ്ററിൻ്റെ നിലപാട് എന്ന് വെച്ചാൽ ഓപ്ഷൻ വഴി തന്നെയാണ്. കാരണം പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് വിവിധ സർവകലാശാലകളിൽ. ആ ഉദ്യോഗസ്ഥരെ ഇവിടെ പുനർവിന്യസിച്ചുകൊണ്ട് ഈ ഒരു കേരള സാങ്കേതിക സർവകലാശാല കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ എന്നാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ അവിടെ ശക്തമായ ഒരു സമ്മർദ്ദമുണ്ട്. നിയമനം അട്ടിമറിക്കുന്ന നീക്കങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസിന്റെ പിന്തുണയുണ്ടെന്നാണ് വിവരം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കത്ത് മുക്കിയത് മന്ത്രി ഓഫീസിലെ സമ്മർദ്ദത്താലാണെന്നും ആരോപണമുണ്ട്. PP ജസീം, മീഡിയ വൺ, തിരുവനന്തപുരം. സെറ്റോ നേതാവ് VP ദിനേശ്, വിദ്യാർത്ഥി നേതാവ് റിസ്വാൻ കോയ, FUEO നേതാവ് NL ശിവകുമാർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ ചേരുന്നത്. ആദ്യം ദിനേശൻ, ഇങ്ങനെ ഒരു കത്ത് സർവകലാശാല അയക്കുന്നു, അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ മുക്കപ്പെടുന്നു എന്നും പറയുന്നു. ഇത് കൃത്യമായും നിയമനിർമ്മാണത്തിലൂടെ സർവകലാശാലയിലെ അനധ്യാപക നിയമനങ്ങൾ PSC വഴിയാക്കണമെന്ന് നിയമനിർമ്മാണത്തിലൂടെ ഉറപ്പിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഇടത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാട് പോലും സർവകലാശാല അനധ്യാപക നിയമനങ്ങൾ PSC വഴിയാകണമെന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആ നിയമം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ പുതിയ സർവകലാശാല, സാങ്കേതിക സർവകലാശാല രൂപീകരിച്ചപ്പോൾ ആ സർവകലാശാല ചട്ടത്തിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ മാറ്റപ്പെടുന്നുവോ ആ സർവകലാശാലകളിലെ നിലവിലുള്ള ജീവനക്കാർക്ക് ഓപ്ഷനിലൂടെ സാങ്കേതിക സർവകലാശാലയിൽ സൃഷ്ടിക്കുന്ന അനധ്യാപക തസ്തികകളിലേക്ക് നിയമിതരാകാം എന്ന് വ്യക്തമായി ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ സാങ്കേതിക സർവകലാശാലയിൽ 55 അനധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ 51 മിനിസ്റ്റീരിയൽ കേഡറിലെ അസിസ്റ്റന്റ് കേഡറിൽ വരുന്ന പോസ്റ്റുകളാണ്. അസിസ്റ്റന്റ്, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ എന്നീ തസ്തികകളാണ്. അപ്പോൾ ആ ആക്ടിന്റെ പ്രൊവിഷൻ അനുസരിച്ച് ഈ ഗവൺമെന്റ് വിവിധ സർവകലാശാലയിലെ ജീവനക്കാർക്ക് സാങ്കേതിക സർവകലാശാലയിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കി. അതനുസരിച്ച് സർവകലാശാല ഓപ്ഷൻ വിളിക്കുകയും ചെയ്തു. ആ ഓപ്ഷൻ വാങ്ങി വെച്ചിരിക്കുകയാണ്. ആ സർവകലാശാലയിൽ 20 അസിസ്റ്റന്റ് തസ്തികകളേ ഉള്ളൂ. മറ്റ് തസ്തികകളെല്ലാം അതിന്റെ പ്രൊമോഷൻ പോസ്റ്റുകളാണ്. അപ്പം ഈ പോസ്റ്റുകളിലേക്ക് ഓപ്ഷനിലൂടെ ജീവനക്കാർ വന്നു കഴിഞ്ഞാൽ PSC വഴി തീർച്ചയായിട്ടും 20-ന് പകരം 51 ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ സർവകലാശാലകൾ കിട്ടും. മാത്രമല്ല പിന്നെ വരുന്ന പോസ്റ്റുകളെല്ലാം PSC വഴിയേ പറ്റുള്ളൂ. ഇവിടെ PSC വഴി നിയമനത്തിനെതിരല്ല. പക്ഷേ നിലവിലുള്ള സർവകലാശാല ചട്ടം അനുസരിച്ച് പിന്നെ മറ്റ് സർവകലാശാലയിലെ ജീവനക്കാർക്ക് ഓപ്ഷനാണ്. അതൊരു അനധികൃത നിയമനമല്ലാതെ സർവകലാശാല നിലവിലുള്ള പരിചയസമ്പന്നരായ സീനിയറായിട്ടുള്ള ജീവനക്കാർക്ക് അവിടെ കടന്നു വരാനുള്ള ഒരു അവസരം അവിടെ വരുമ്പോഴേക്കും ഈ ഉദ്യോഗാർത്ഥികൾക്ക് മറ്റ് സർവകലാശാലയിൽ നിയമനം ലഭിക്കും. ശരി ശിവകുമാർ, ഞാൻ മടങ്ങി വരാം. VP ദിനേശ്, ഇവിടെ ശിവകുമാർ വിശദീകരിക്കുന്നത് ഈ ആക്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ സാങ്കേതിക സർവകലാശാല രൂപീകരിച്ചതിന് ശേഷം അതുവഴി മറ്റ് സർവകലാശാലകളിലെ അനധ്യാപക തസ്തികകളിൽ ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, ഒരുപക്ഷെ തസ്തിക നഷ്ടം സംഭവിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സർവകലാശാലകളിൽ നിന്ന് സാങ്കേതിക സർവകലാശാലകളിലേക്ക് നേരിട്ടുള്ള ഒരു നിയമനം സർവകലാശാല തന്നെ നടത്താനുള്ള ഒരു ശ്രമമാണ് ഈ നടക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ മറ്റ് സർവകലാശാലകളിൽ ഈ പുതിയ സാങ്കേതിക സർവകലാശാല രൂപീകരിച്ചതോടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവിടെ തസ്തികകൾ
തസ്തികകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതോ ഇപ്പോഴും തസ്തികകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണോ? റൈറ്റ്, ഞാൻ ദിനേശിലേക്ക് മടങ്ങി വരാം. റിസ്വാൻ കോയ, യഥാർത്ഥത്തിൽ മറ്റ് സർവകലാശാലകളിൽ ഉണ്ടാകുന്ന തസ്തിക നഷ്ടം പരിഹരിക്കുകയാണ് ഇപ്പോൾ ഈ നിയമനത്തിലൂടെ എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണോ? ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇതിൻ്റെ വിഷയത്തിൽ പറഞ്ഞിരുന്നു. യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന സമയത്ത് തന്നെ ഏകദേശം 9 സ്റ്റാഫുകളെ മാത്രം വെച്ചുകൊണ്ടാണ് ഇവർ ഈ സംഭവം തുടങ്ങിയിട്ടുള്ളത്. വെറും 9 ആളുകൾ മാത്രമാണ് ഈ പറയുന്ന 50,000-ഓളം. ഇന്ന് അതിൽ ഒത്തിരി ഏറെയായി. അന്ന് 40,000 കുട്ടികളായിരുന്നു. ഇന്ന് അതിൽ കൂടുതൽ ആളുകളെ കൈകാര്യം ചെയ്തിരുന്നത് ആദ്യം 9 സ്റ്റാഫുകളായിരുന്നു. അതിനുശേഷം നമുക്കിപ്പോൾ വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഇന്നും ഈ യൂണിവേഴ്സിറ്റി രൂപപ്പെട്ട് 2 വർഷത്തിലേക്ക് അടുക്കുന്ന ഈ സാഹചര്യത്തിലും ഈ പറയുന്ന നിയമനങ്ങൾ പോലും കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. മാത്രവുമല്ല, മന്ത്രിയുടെ ഓഫീസിലെ ചില ആളുകൾ, മന്ത്രി ഇത് കറക്റ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പല പരാതികളും, അവിടുത്തെ നിയമനങ്ങളും അവിടെ ആളുകളില്ലാത്തതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് റിസൾട്ടിലടക്കം ഈ തവണത്തെ ഈ ഫസ്റ്റ് ഇയേഴ്സിൽ 300ഓളം കുട്ടികൾ ഇരയാക്കപ്പെട്ടു ാണ്. അവർ റീവാലുവേഷനിൽ പാസ്സായി, പക്ഷേ അവർക്ക് ഇന്നും അവരെ റെഗുലർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സ്റ്റാഫ് ഇല്ലാത്തത് വലിയൊരു പ്രശ്നമായി തന്നെ ഉണ്ട്. ഇത് ഞങ്ങൾ മുന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. അന്നെല്ലാം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് അവർ പല രീതിയിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് അത് ഉടനെ തന്നെ പരിഹരിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ പറയുന്ന പോലെ ആക്ട് ഉണ്ട്, പക്ഷേ ഇന്നും സ്റ്റാറ്റ്യൂട്ട് ഇല്ല. ഈ യൂണിവേഴ്സിറ്റി ആക്ട് വന്നത് 2015 ഓഗസ്റ്റ് 30 ഇന്നും സ്റ്റാറ്റ്യൂട്ട് ഇല്ല. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന ഈ സമയത്ത് ഇന്ന് മെറിറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ, അതായത് 2015 തന്നെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനും അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഇടപെട്ട്, അന്ന് SFIയുടെയും KSUവിൻ്റെ എല്ലാ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് മെറിറ്റ് ട്രാക്ക് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനി പരീക്ഷ നടത്തുന്നതിനെതിരെ അന്നൊരു വലിയ വിദ്യാർത്ഥി സമരം ഉണ്ടാവുകയും അത് ആ ഒരു വിഷയം മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് ശേഷം വീണ്ടും ഒരു സ്വകാര്യ കമ്പനീനെ ഇവർ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അത് ഇപ്പോൾ പറയുന്നത് കെൽട്രോൺ ആണെന്നാണ്. പക്ഷേ ആ കമ്പനി വളരെ കൃത്യമായി തന്നെ ഒരു സ്വകാര്യ കമ്പനിയാണെന്ന് വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെട്ടതുമാണ്. ഈ ഡിസംബർ 2 നടക്കേണ്ട S1 S2 പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നു. ഇന്നലെ അവധിയായിരുന്നു. ഇന്നലെ ടൈം ടേബിൾ അപ്ലോഡ് ചെയ്തു. ആ ടൈം ടേബിളിൽ മുഴുവൻ അക്ഷരത്തെറ്റ്, ആ ടൈം ടേബിളിൽ യൂണിവേഴ്സിറ്റിയുടെ സ്പെല്ലിംഗ് പോലും അറിയാത്ത ആരോ ഇത് ചെയ്തു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ശുദ്ധമായ നെപ്പോട്ടിസമാണ്, സ്വജന പക്ഷപാതിത്വമാണ്. എന്താണ് നടക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യാൻ സംവിധാനങ്ങളില്ല. ഇത് വിദ്യാർത്ഥികൾ വെറുതെ പറയുന്നതല്ല. അക്കൗണ്ട്സ് ജനറൽ റിപ്പോർട്ടിൽ മടങ്ങി വരാം. ശിവകുമാർ, ഇപ്പോൾ ഈ ക്ഷണിച്ചിട്ടുള്ള അപേക്ഷകരായിട്ടുള്ളവർ മറ്റ് സർവകലാശാലകളിലെ ജീവനക്കാരാണെന്ന് താങ്കൾ പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ? അപ്പോൾ മറ്റ് സർവകലാശാലകളിൽ തസ്തികകൾ ഇല്ലാതിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതെ. ഇപ്പൊ ഒരു വിദ്യാർത്ഥിയുടെ അഭിപ്രായം അവിടെ പറഞ്ഞില്ലേ, ആ സർവകലാശാലയിൽ നടക്കുന്നത് മുഴുവൻ പരീക്ഷയിലെ തട്ടിപ്പാണ്. സ്വകാര്യ കമ്പനിയും അവിടുത്തെ വൈസ് ചാൻസലറും PVCയും ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരും കൂടെ നടത്തുന്ന സർവ്വ തട്ടിപ്പാണ് അവിടെ നടക്കുന്നത്. ഞങ്ങൾക്കതറിയാം എന്തുകൊണ്ടാണ് സർവകലാശാല ജീവനക്കാരെ അവിടെ കയറ്റാതിരിക്കുന്നത്. കാരണം സർവകലാശാല ജീവനക്കാർക്ക് പരീക്ഷ എങ്ങനെ നടത്തണമെന്നറിയാം, അതിന് ചിട്ട അറിയാം. അവർക്കത് താല്പര്യമില്ല. സ്വകാര്യ കമ്പനിയെ കൊണ്ടാണ് അവരത് ചെയ്യിക്കുന്നത്. ഇവിടെ മറ്റ് സർവകലാശാലകളിൽ നിന്നും എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ മാറുമ്പോൾ നിലവിലുള്ള ജീവനക്കാർക്ക് എന്തിനാണ് ഓപ്ഷൻ കൊടുക്കുന്നത്? അവിടെ സർവകലാശാല അക്കാഡമിക് മാറ്റേഴ്സ്, പരീക്ഷാ നടത്തിപ്പ്, സർവകലാശാലയുടെ ഭരണം, സർവകലാശാലയുടെ സാമ്പത്തിക കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യാൻ അറിയുന്ന പരിചയസമ്പന്നരായ ജീവനക്കാർ വേണം. അതുകൊണ്ടാണ് ഇപ്പോഴും മാത്രമല്ലല്ലോ, MG യൂണിവേഴ്സിറ്റി വന്നപ്പോഴും കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നപ്പോഴും ഒക്കെ ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വഴി ആർക്ക് നിയമനം കിട്ടുന്നതില്ല. ഈ പറഞ്ഞതുപോലെ 55 ഒരിക്കലും അവിടുത്തെ പ്രവർത്തനം സാധ്യമല്ല. അവിടെ ഇനി ഒരു 100-150 തസ്തികകളെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ മിനിമമായി സൃഷ്ടിച്ച തസ്തികകളിൽ പോലും ജീവനക്കാരെ എടുക്കുന്നില്ല. എടുക്കാതിരിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാതെ യൂണിവേഴ്സിറ്റി ജീവനക്കാരല്ല. അവിടേക്ക് യൂണിവേഴ്സിറ്റി ജീവനക്കാർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വേക്കൻസിയിൽ PSCയിലുള്ള കുട്ടികൾക്ക് കിട്ടും, ഒരു സംശയവുമില്ല. ശരി ശിവകുമാർ, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ PP ജസീം ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജസീം, ഇത് കുറെ സങ്കീർണമായ ഒരു വിഷയമായി തോന്നുന്നു. കാരണം
ഒരു വശത്ത് തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്താനുള്ള സർക്കാരിൻ്റെ ശ്രമം, മറുവശത്ത് ഈ സർവകലാശാലകൾ നേരിട്ട് നിയമനം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന വാദം. വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു കെടുകാര്യസ്ഥതയും അഴിമതിയും മൂലം സർവകലാശാല ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ ഇതിൽ പ്രേക്ഷകർക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കേണ്ടതുണ്ട്. അജിംസ്, ഇപ്പോൾ 111 അനധ്യാപക തസ്തികകളാണ് സർവകലാശാലയിൽ ഉള്ളത്. ഈ അനധ്യാപക തസ്തികകളിലെ നിയമനം സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത്. അനധ്യാപക തസ്തികകൾ സ്വാഭാവികമായും പുതുതായി സൃഷ്ടിക്കപ്പെട്ട ഒരു സർവകലാശാല എന്നുള്ള നിലയിൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ബാക്കി സർവകലാശാലകളിൽ നിന്ന് കോളേജുകൾ കൊണ്ടുവന്ന് സ്ഥാപിക്കപ്പെട്ട ഒരു സർവകലാശാലയാണ്. ഈ സർവകലാശാലയിലെ 111 അനധ്യാപക തസ്തികകളിൽ നിയമനം നടത്തുമ്പോൾ ബാക്കി സർവകലാശാലകളിൽ ഇത് ഏതെങ്കിലും സ്വഭാവത്തിൽ തസ്തികാ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം അവിടങ്ങളിൽ നിന്ന് ഉള്ള ആളുകളെ പരിഗണിക്കണമെന്ന് ഈ സർവകലാശാല നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന വിവരമനുസരിച്ച് ഇതുവരെയും ഏതെങ്കിലും സർവകലാശാലകളിൽ തസ്തികാ നഷ്ടം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി അറിയുകയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിന് ശേഷം സർവകലാശാല നിയമം വന്നതിന് ശേഷമാണ് നമുക്കറിയാവുന്നതുപോലെ PSC നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത്. 2015 നവംബർ ഡിസംബർ സമയത്താണ് ബില്ലും അതിനുശേഷം ആക്ടും നിലവിൽ വരുന്നത്. ഈ ആക്ടിൽ പറയുന്നത് അനധ്യാപക തസ്തിക നിയമനങ്ങൾ നിർബന്ധമായും PSC വഴി തന്നെയാണ് നടത്തേണ്ടത് എന്ന കാര്യമാണ് ഈ സർവകലാശാല നിയമം വന്നതിന് ശേഷം PSC ആക്ടിൽ കൊണ്ടുവന്ന നിയമ ഭേദഗതി എന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ നിയമ ഭേദഗതി നിലനിൽക്കെയാണ് ഓപ്ഷൻ ക്ഷണിച്ച് മറ്റ് സർവകലാശാലകളിൽ നിന്ന് നിയമനം നടത്താനുള്ള ഒരു നീക്കം സർവകലാശാല നടത്തുന്നത് എന്നതാണ് ഇതിൽ നിയമപരമായ ചട്ടലംഘനമുണ്ട് എന്ന വാദത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഇത് ഒഴിവാക്കിയാൽ തന്നെ ഈ 111 തസ്തികകളിൽ 20 തസ്തികകൾ വളരെ കൃത്യമായി പുതുതായി നിർണയിക്കപ്പെട്ടതിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയാണ്. ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തിക ഇപ്പോൾ PSC റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ള തസ്തികയാണ്. ഈ തസ്തികകളിൽ സാധാരണഗതിയിൽ പുതുതായിട്ടാണ് ആളുകളെ എടുക്കുക. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ തന്നെയാണ് എല്ലാ സർവകലാശാലയും ഈ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് നിയമിക്കാറുള്ളത്. ഈ 20 തസ്തിക ഉൾപ്പെടെയാണ് ഇപ്പോൾ ഓപ്ഷൻ ക്ഷണിച്ച് നൽകുന്ന ഒരു നടപടിയുമായി സർവകലാശാല മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഈ നിയമം, ഈ ചട്ട അട്ടിമറി വലിയ തോതിൽ. ശരി, ജസീമിലേക്ക് മടങ്ങി വരാം. ശിവകുമാർ, താങ്കൾ ഇത് കേട്ട് കാണും. കാരണം ഇത് വ്യത്യസ്ത തസ്തികകളിലുള്ള നിയമനമാണ്. അതിൽ ഡ്രൈവർമാർ, സർവകലാശാല അസിസ്റ്റന്റുമാർ തുടങ്ങി വ്യത്യസ്ത തസ്തികകളുണ്ട്. ഡെപ്യൂട്ടേഷനിൽ അല്ലെങ്കിൽ ഒരു സർവകലാശാലയിൽ നിന്ന് മറ്റൊരു സർവകലാശാലയ്ക്ക് ഓപ്ഷൻ സ്വീകരിച്ചുകൊണ്ടുള്ള നിയമനം അത് നടത്തുകയാണെങ്കിൽ പോലും PSC വഴിയാകണമെന്ന നിയമമുണ്ട്. പക്ഷേ ഒരു സർവകലാശാല പുതുതായി തുടങ്ങുമ്പോൾ അതിൽ പരിചയസമ്പന്നരായ ജീവനക്കാർ വേണമെന്ന താങ്കളുടെ വാദം മുഖവിലക്കെടുത്തുകൊണ്ട് ചോദിക്കട്ടെ, ഇതിനെ എല്ലാം കൂടി ഒറ്റയടിക്ക് കാണാമോ? കാരണം അത്തരം തസ്തികകളിൽ നിയമനം സർവകലാശാല നടത്തിയാൽ പോലും പുതുതായി അപേക്ഷകരായി എത്തുന്ന, ഞാൻ മുമ്പ് സൂചിപ്പിച്ച തസ്തികകളിലേക്കുള്ള നിയമനമെങ്കിലും PSC വഴിയാകേണ്ടതല്ലേ? അല്ല, ഞാനേ ഈ റിപ്പോർട്ടർ പറഞ്ഞൊരു കാര്യം വൈസ് ചാൻസലറും PVCയും പറയുന്ന കാര്യമാണ്. അതിനകത്ത് ഒരു കാര്യം, പുതിയ മറ്റ് സർവകലാശാലകളിൽ നഷ്ടപ്പെടുന്ന പോസ്റ്റിലല്ല ഓപ്ഷൻ. അങ്ങനെ ഒരു കാര്യമേ ആ ആക്ടിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, സാങ്കേതിക സർവകലാശാലയിലേക്ക് ഈ ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ള ഡയറക്റ്റ് നിയമനം PSCയിലെന്ന് സാങ്കേതിക സർവകലാശാല ആക്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ ആദ്യം പറഞ്ഞ വ്യവസ്ഥ പാലിക്കപ്പെട്ടില്ല. അവിടെ മറ്റ് സർവകലാശാലകളിലെ ജീവനക്കാർക്ക് അധികമായി പോസ്റ്റ് നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല, അവിടുത്തെ ജീവനക്കാരുടെ ഒരു അവകാശമാണ് ഈ പുതിയ സർവകലാശാലയിലേക്ക് ഓപ്ഷനിലേക്ക് അവിടെ കടന്നു വരിക എന്ന് പറയുന്നത്. അത് നിഷേധിക്കാനാണ് ഇപ്പോ അവിടുത്തെ VCയും PVCയും പറയുന്ന ന്യായമാണ് നിങ്ങളുടെ റിപ്പോർട്ട് ഇപ്പൊ പറഞ്ഞത്. അല്ലാതെ PSC വഴിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റിംഗ് നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് തീർച്ചയായിട്ടും 111 അനധ്യാപക തസ്തിക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലുള്ള തസ്തിക 55 പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് വേറൊരു യൂണിവേഴ്സിറ്റിയിലും ഇല്ലാത്ത രീതിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. വേറെ ഏത് സർവകലാശാലയിലാണ് അസിസ്റ്റന്റ് ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും അങ്ങനെയുള്ള പോസ്റ്റുകൾ ഉള്ളത്? അപ്പൊ മാത്രമല്ല, ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ തസ്തികകൾ ഔട്ട്സോഴ്സ് ചെയ്യാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സർവകലാശാലകളിലുള്ള നോൺ ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുന്നത് 55 പോസ്റ്റേ ഉള്ളൂ. ഇതിലെ 51 പേരും അസിസ്റ്റന്റ് കേഡറിൽ വരുന്നത് അതിന്റെ പ്രൊമോട്ടഡ് പോസ്റ്റുകളാണ്. ഇതിലെ തീർച്ചയായിട്ടും അസിസ്റ്റന്റ് ആയാലും സെക്ഷൻ ഓഫീസർ ആയാലും എല്ലാം സർവീസിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ
ഇത്രയും പോസ്റ്റ് 51 പോസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഈ റാങ്കിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുകയാണ്. വെറും അസിസ്റ്റന്റ് ആയിട്ട് എടുത്താൽ 20 പേരെ മാത്രമേ എടുക്കുള്ളൂ. അവിടെ മറ്റൊരു പ്രത്യേകത എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ VCയും PVCയും ഉദ്ദേശിക്കുന്ന അസിസ്റ്റന്റിനെ എടുത്തു കഴിഞ്ഞിട്ട് അവർ കൊടുക്കുന്ന വാർത്തയാണ് ഈ വരുന്നത്. എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വെക്കാനുള്ള ഉദ്ദേശമാണ് അതിനകത്തുള്ളത്. എന്തായാലും അത് നിയമവിരുദ്ധമാണ്. സർവകലാശാല ആക്ട് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയാൽ അതിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ശരി ശിവകുമാർ, ഇപ്പോൾ ചിത്രം വ്യക്തമാകുന്നുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം അതിഥികളിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് കൂടി ചേരുന്നു. PK ഫിറോസ്, സാങ്കേതിക സർവകലാശാലയിലെ അനധ്യാപക തസ്തിക നിയമനങ്ങൾ PSCക്ക് വിടണമോ അതോ സർവകലാശാല നേരിട്ട് നടത്തണമോ എന്നൊരു തർക്കമാണ് ഇപ്പോൾ ഉള്ളത്. ആ തർക്കത്തിൽ നിയമപരമായ ചില ഓപ്ഷനുകൾ രണ്ട് വാദത്തിനുമുണ്ട്. ഒരു വശത്ത് മറ്റ് സർവകലാശാലകളിൽ നിന്ന് ഓപ്ഷൻ ഡെപ്യൂട്ടേഷൻ വഴി ജീവനക്കാരെ സാങ്കേതിക സർവകലാശാലയിലേക്ക് നിയമിക്കാൻ സർവകലാശാലയ്ക്ക് അധികാരം നൽകുന്ന നിയമം നിലനിൽക്കുന്നു. മറുവശത്ത് PSC വഴിയായിരിക്കണം സർവകലാശാല അനധ്യാപക നിയമനങ്ങൾ വേണ്ടതെന്ന PSC നിയമത്തിന്റെ ഭേദഗതി നിലനിൽക്കുന്നു. ഇവിടെ ഒരു വാദം, പുതിയൊരു സർവകലാശാല തുടങ്ങുമ്പോൾ പരിചയസമ്പന്നരായ ജീവനക്കാർ അവിടെ വരുന്നതാണ് നല്ലത് എന്ന് ജീവനക്കാരുടെ സംഘടനകൾ ഇവിടെ വാദിക്കുന്നു. അതേസമയം തന്നെ പുതുതായി തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിടത്ത് പുതുതായി വരേണ്ട അപേക്ഷകരുടെ നിയമനം അട്ടിമറിക്കുകയാണ് ഇതെന്നാണ് മറ്റൊരു വാദം. എന്താണ് ഇക്കാര്യത്തിൽ UDFന്റെ നിലപാട്? ഫിറോസ്, കേൾക്കാമോ? റൈറ്റ്, ഫിറോസുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. റിസ്വാൻ കോയിലേക്ക്. റിസ്വാൻ, ഇവിടെ വളരെ സങ്കീർണമാണ് ഈ സാഹചര്യം. പുതിയൊരു സർവകലാശാല, അവിടെ വൈസ് ചാൻസലറും മറ്റും അപ്രമാദിത്വപരമായി പെരുമാറുന്നു എന്ന വാദം, നിലവിൽ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു, സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു, മറ്റേതോ സംഘം ഈ സർവകലാശാല പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഈ ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികകളിലേക്ക് നിയമനം നടത്താനുള്ള സർക്കാരിന്റെ നീക്കം. ഇത് PSC വഴി വേണമോ സർവകലാശാല നേരിട്ട് നടത്തണമോ എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ യുക്തിസഹമായി നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് പരിചയസമ്പന്നരായ ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് സർവകലാശാലയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടത്താനുള്ള ഒരു ശ്രമം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, പരിചയസമ്പന്നരായ ആളുകളെ കൊണ്ടുവന്ന് കാര്യക്ഷമമാക്കി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾക്ക് ആർക്കും, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആർക്കും എതിർപ്പൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 2 വർഷക്കാലം 9 സ്റ്റാഫിനെ, ഇപ്പോൾ ഈ വർഷമാണ് 30 സ്റ്റാഫ് ഉള്ളത്, 9 സ്റ്റാഫിനെ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഈ 9 സ്റ്റാഫിനെ മാത്രം വെച്ചുകൊണ്ടായിരുന്നു. പിന്നെ ഈ ആക്ട് ഉണ്ടാക്കിയത് VC. ഇന്നും സ്റ്റാറ്റ്യൂട്ടില്ലല്ലോ, ആക്ട് മാത്രമല്ലേ ഉള്ളൂ, ഒരു സ്റ്റാറ്റ്യൂട്ടില്ലല്ലോ. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്കറിയാം. ജില്ലാ കളക്ടറിന് വെടിവെക്കാൻ ഉത്തരവിടാൻ റൈറ്റ് ഉണ്ട്. അയാൾ ഇന്ന് രാവിലെ വന്ന് അയാളുടെ ഗൺമാൻ്റെ അടുത്ത് വെടിവെക്കാൻ പറയണത് പോലെ VCക്ക് ഈ ആക്ടിൻ്റെ അകത്ത് ചില പ്രൊവിഷൻ പ്രകാരം VCക്ക് ഈ പറയുന്ന അക്കാഡമിക് കൗൺസിലോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളോ നിലനിൽക്കാത്ത സാഹചര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ആ അവകാശം മറയാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും VC തന്നെ സ്വന്തം നിലയ്ക്ക് ഓരോ ദിവസം ഓരോ ഓർഡറുകൾ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പരീക്ഷയുടെ കാര്യം തന്നെ ശ്രദ്ധിച്ചോ. കഴിഞ്ഞ വർഷം December 2 നടക്കേണ്ട പരീക്ഷ അന്ന് മാറ്റിവെച്ചു, ജനുവരിയിലേക്ക് മാറ്റിവെച്ചിരുന്നു. ഈ തവണ അതേ പ്രശ്നം തന്നെ, അതേ സെയിം പ്രശ്നം തന്നെ വീണ്ടും വരുന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രൈവറ്റ് കമ്പനി അല്ല എന്ന് ഇവർ പലപ്പോഴും ന്യായമായിട്ട് പറയുന്നു. ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് കെൽട്രോണെയാണ്, കെൽട്രോണാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നാണ് ഇവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യത്തിൽ കെൽട്രോൺ അല്ല ഇത് ചെയ്യുന്നത്. ഇത് ടെക്നോ പാർക്കിൽ തേജസ്വിനിയിൽ 4ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി. നാളെ ഞങ്ങൾ ആ കമ്പനിയുടെ വിവരങ്ങൾ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വയ്ക്കാൻ പോവുക. ഈ കമ്പനിയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് വിദ്യാർത്ഥികളുടെ ഈ ആൻസർ ഷീറ്റിൻ്റെ ടാബുലേഷനും അതുപോലെ റീവാലുവേഷൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നടപ്പില്ല. അതും ബാർകോഡ് ഉപയോഗിച്ചിട്ടാണ്. മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് പോലും പരാജയമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ബാർകോഡ് സംവിധാനം ഒരു ഫാൾസ് നമ്പർ പോലും ഇല്ലാതെ അതാണ് അവരവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ചോദ്യം മറ്റൊരു വിഷയമാണ്. റിസ്വാനിലേക്ക് മടങ്ങി വരാം. PK ഫിറോസ്, ഇവിടെ 2 തരം വാദങ്ങളാണ് ഉയരുന്നത്. ഒരു വശത്ത് പുതുതായി തുടങ്ങിയ ഒരു സർവകലാശാലയിൽ പരിചയസമ്പന്ന തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെ പരിചയസമ്പന്നരായ മറ്റ് സർവകലാശാലകളിൽ നിന്നുള്ള ജീവനക്കാരെ ഡെപ്യൂട്ടേഷനോ ഓപ്ഷനോ നൽകിക്കൊണ്ട് അവിടെ തസ്തികകളിൽ നിയമിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ശ്രമം. പക്ഷേ PSC നിയമപ്രകാരം സർവകലാശാല അധ്യാപക നിയമനങ്ങൾ PSC വഴിയാകണമെന്നുമുണ്ട്. ഈ 2 വാദങ്ങളിൽ ഏത് തീരുമാനമാകും യുക്തിസഹം? പരിചയസമ്പന്നരെ നിയമിക്കുന്നതാണോ അതോ പുതിയ അപേക്ഷകൾ, ഇപ്പോൾ സർവകലാശാല അസിസ്റ്റന്റുമാർ പോലുള്ള തസ്തികകളിൽ പുതിയ അപേക്ഷകരെ നിയമിക്കലാണോ യുക്തിസഹം? ഒന്ന്, കേരളത്തിലെ ഒരു സർവകലാശാലയിലും ആവശ്യത്തിലധികം ജീവനക്കാർ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം നേരത്തെ തന്നെ സർവകലാശാലകളൊക്കെ എടുത്തൊരു തീരുമാനം, ഡെപ്യൂട്ടേഷനിൽ പോയ ആളുകളെ തിരിച്ചു വിളിക്കണമെന്ന് വിവിധ സർവകലാശാലകളിലെ വിവിധ സിൻഡിക്കേറ്റ് തീരുമാനമെടുത്ത ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പരിചയസമ്പന്നരായ ജീവനക്കാരെ പരമാവധി മാറ്റി
അവിടങ്ങളിലൊക്കെ പുതിയ ജീവനക്കാരെ വെച്ചാൽ എത്രയും പെട്ടെന്ന് കാര്യക്ഷമമായ പ്രവർത്തനം സർവകലാശാലകൾ നടത്തുമെന്നുള്ളതാണ് സർവകലാശാലയുടെ പ്രവർത്തന രീതി ഒന്ന് പരിശോധിച്ചാൽ ആർക്കും ബോധ്യമാകുന്നത്. ഈ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാരൊക്കെ സർവകലാശാലയിൽ ഉള്ളതുകൊണ്ടാണ് അവിടെ കാര്യക്ഷമമായി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനോ അല്ലെങ്കിൽ പരീക്ഷകൾ കൃത്യസമയത്ത് നടത്താനോ സാധിക്കാത്തത് എന്നുള്ളതാണ്. മുമ്പ് പല ഫീച്ചറുകളും ഇത് സംബന്ധിച്ച് സർവകലാശാലകളെ സംബന്ധിച്ച് പുറത്തു വന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ സർക്കാർ പുതിയ സാങ്കേതിക സർവകലാശാല വന്നപ്പോ ആ സർവകലാശാലയിലെ ജീവനക്കാരുടെ സംഘടന തങ്ങൾക്ക് അനുകൂലമാക്കണമെങ്കിൽ വിവിധ സർവകലാശാലകളിലെ പാർട്ടിക്കാരെ അവിടെ നിയോഗിക്കണം എന്ന ഒറ്റ താല്പര്യം മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് ന്യായമായും സംശയിക്കാം. അല്ലാതെ സർവകലാശാലകളെ രക്ഷപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ സർവകലാശാലകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണോ എന്ന ഒരു താല്പര്യവും ഇതിന്റെ പിന്നിലില്ല. മറ്റൊന്ന്, ഇടതുപക്ഷ സർക്കാർ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇടതുപക്ഷ മുന്നണി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ തൊഴിലില്ലാത്ത ആളുകൾക്കൊക്കെ തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലുള്ള ജോലി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അവരുടെ മോഹങ്ങളെ മുഴുവനും തല്ലിക്കെടുത്തുന്ന ഒരു തീരുമാനമാണ് ഇതിലൂടെ സർക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഉത്തരവാദിത്വം ഒന്നുകിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പിൽ പൊതുവെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മുഖ്യമന്ത്രി അറിയാതെ ഒരു ഫയൽ പോലും വിദ്യാഭ്യാസ വകുപ്പിൽ നീങ്ങുന്നില്ല. അതുകൊണ്ട് പല കാര്യങ്ങളിലും അനാവശ്യമായ കാലതാമസമുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പിനകത്ത് തന്നെ സംസാരങ്ങളുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ അതല്ല പാർട്ടിയുടെ താല്പര്യപ്രകാരമാണ് എന്താണെന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഈ തീരുമാനം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ തീരുമാനമല്ല. ശരി, PK ഫിറോസിനെ മടങ്ങി വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. റൈറ്റ്, NL ശിവകുമാറിലേക്ക് ഒരിക്കൽ കൂടി. ശിവകുമാർ, ഇവിടെ കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത് ഒരു പക്ഷേ സർവകലാശാലയുടെ ആ വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ ആയിരിക്കും. കാരണം ഡെപ്യൂട്ടേഷൻ അതുപോലെ ഓപ്ഷൻ പ്രൊവിഷനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് സർവകലാശാലകളിലെ ജീവനക്കാരെ ഇവിടെ നിയമിക്കാനുള്ള ശ്രമം മറ്റൊരു നോട്ടിഫിക്കേഷനിൽ നടത്തുകയും അതേസമയം തന്നെ ഈ താഴേക്കിടയിലുള്ള തസ്തികൾ, അതായത് ഡ്രൈവർ, സർവകലാശാല അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിൽ പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചുകൊണ്ട് അത് PSCക്ക് കൈമാറുകയോ PSC വഴി നിയമനം നടത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ അവ്യക്തത ഒഴിവാകുമായിരുന്നില്ലേ? അല്ല, ഇതിനകത്ത് വിദ്യാർത്ഥികളൊരു കാര്യം പറഞ്ഞല്ലോ, ആ സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങൾ ആർക്കും അറിയാൻ കഴിയുന്നില്ല. ഏതോ പ്രൈവറ്റ് കമ്പനിയെ കൊണ്ടാണ് പരീക്ഷ നടത്തിക്കുന്നത്. ഒരു പരീക്ഷ നടത്തിയാൽ അത് തന്നെയാണ് പുനഃപരീക്ഷയ്ക്ക് അതേ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നത്. എന്തെല്ലാം അട്ടിമറികൾ അവിടെ നടന്നു. അവിടെ 9 ജീവനക്കാരുണ്ടെങ്കിൽ ആ 9 ജീവനക്കാരെ പോലും സർവകലാശാലയുടെ പ്രവർത്തനത്തിലേക്ക് വൈസ് ചാൻസലറും BVC ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ്. സർവകലാശാല ജീവനക്കാർ കയറ്റം കൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പുതിയ ജീവനക്കാർ PSCക്ക് വരുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. ഈ ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കാനാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഞാനൊരു കോൺഗ്രസ് സംഘടനക്കാരനാണ്. UDF ഗവൺമെന്റ് ആണ് സർവകലാശാല ചട്ടം കൊണ്ടുവന്നത്. സാങ്കേതിക സർവകലാശാല ചട്ടം കൊണ്ടുവന്നതും സർവകലാശാല നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊണ്ടുള്ള ചട്ടം കൊണ്ടുവന്നതും UDF സർക്കാർ തന്നെയാണ്. പക്ഷേ പുതിയ സർവകലാശാല വരുമ്പോൾ അവിടേക്ക് മറ്റെവിടെയെങ്കിലും പോസ്റ്റ് നഷ്ടപ്പെടുത്തുന്നോ എന്നതല്ല. നിലവിലുള്ള സർവകലാശാല ജീവനക്കാർക്ക് പുതിയ സർവകലാശാലയിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ നിലവിൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റി വന്നപ്പോഴും പിന്നെ വെറ്ററിനറി യൂണിവേഴ്സിറ്റി വന്നപ്പോഴും ഒക്കെ ഫെസിലിറ്റി ഉണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ഉണ്ടായിരുന്നല്ലോ, കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയ സർവകലാശാലയിൽ പോസ്റ്റുകളിൽ നിലവിലുള്ള സർവകലാശാല ജീവനക്കാർക്ക് ഓപ്ഷൻ നിലവിൽ പിന്നെ ഏതെങ്കിലും വളഞ്ഞ വഴിയിൽ സർവകലാശാല ജീവനക്കാരെ കടന്നു കയറാൻ ശ്രമിക്കുന്നതല്ല. ശരി ശിവകുമാറിലേക്ക് മടങ്ങി വരാം. PK ഫിറോസ്, അത്തരമൊരു ഓപ്ഷൻ നിലനിൽക്കുന്നുണ്ട്, അത് നിയമപരവുമാണ്. പക്ഷേ മറ്റ് സർവകലാശാലകളിൽ നിന്ന് ജീവനക്കാർ ഈ സർവകലാശാലകളിലേക്ക് ഡെപ്യൂട്ടേഷൻ വഴി വന്നാൽ അവിടെയുള്ള തസ്തികകളിൽ വേണമെങ്കിൽ PSC വഴിയുള്ള നിയമനവും സാധ്യമല്ലേ? റൈറ്റ്, ഞാൻ ഫിറോസിലേക്ക് മടങ്ങി വരാം. റിസ്വാൻ, ഇപ്പോൾ ഈ ആശയക്കുഴപ്പത്തിന് പിന്നിൽ ഈ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് ഒരൊറ്റ നോട്ടിഫിക്കേഷനിൽ ഈ എല്ലാ തസ്തികകളിലേക്കുമുള്ള നിയമനം, അതായത് താഴേക്കിടയിലുള്ള സർവകലാശാല അസിസ്റ്റന്റ് മുതൽ ഡ്രൈവർ മുതലുള്ള നിയമനങ്ങളും അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ പോലുള്ള വലിയ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളും ഒറ്റ നോട്ടിഫിക്കേഷനിൽ വരുത്തിക്കൊണ്ട്, അതായത് ഡെപ്യൂട്ടേഷനും പുതിയ നിയമനങ്ങളും ഒരൊറ്റ നോട്ടിഫിക്കേഷനിൽ വരുത്തിക്കൊണ്ട് ഇതിനെ മുഴുവൻ സങ്കീർണമാക്കുന്ന ഒരു നടപടിയല്ലേ നടക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, കേരളത്തിൽ ലോകത്തിൽ ആദ്യമായി ഒരു സർവകലാശാല അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് TBP, ടു ബി പബ്ലിഷ്ഡ് എന്ന്.
അതായത് ഒരു 10% റിസൾട്ട് മാത്രം ആദ്യം, പിന്നീട് ഒരു 10%, അങ്ങനെ പല ദിവസങ്ങളിലും തോന്നിയ മേടെ അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരുമില്ല. നമ്മൾ സർവകലാശാലയുടെ ഒഫീഷ്യൽ നമ്പറിൽ വിളിക്കുമ്പോൾ അവർ തന്നെ ഫോൺ എടുത്തിട്ട് പറയുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇതെല്ലാം നിങ്ങൾ സപ്പോർട്ട് ടീമിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ സപ്പോർട്ട് ടീം എവിടെയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഗതികെട്ട് വിദ്യാർത്ഥികൾ സപ്പോർട്ട് ടീമിൻ്റെ ഫോൺ ബില്ല് അടച്ചപ്പോഴാണ് ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന തേജസ്വിനി ബിൽഡിങ്ങിലുള്ള ഓസ്പിൻ ടെക്നോളജി എന്ന കമ്പനീനെയാണ് ഇവർ സപ്പോർട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. OSPYN ടെക്നോളജീസ്. ഏത് മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ആർക്കോ കയറി നോക്കാം ഓസ്പിൻ ടെക്നോളജിയുടെ വെബ്സൈറ്റിൽ. നാളെ ഒരുപക്ഷെ അവരത് മാറ്റും. ഇന്ന് ഓസ്പിൻ ടെക്നോളജിയുടെ വെബ്സൈറ്റിൽ ഈ പറയുന്ന നമുക്ക് ആ വിഷയത്തിലേക്ക് മറ്റൊരു ദിവസം നമുക്ക് ചർച്ചയിലേക്ക് വരാം. വളരെയധികം നന്ദി റിസ്വാൻ കോയ, ശിവകുമാർ, VK ഫിറോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രതികരിച്ചതിന് മറ്റൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. ഇനി ഷോമോൾ, നമസ്കാരം.